ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അവിൽ കൊണ്ടുള്ളൊരു മിക്സറാണ്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്, കുറച്ച് പീനട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് കാഷ്യൂ നട്ട്. ഇവിടെ ഞാൻ കുറച്ച് ഗാർലിക്ക് തൊലിയോടെ തന്നെ ഒന്ന് തട്ടിയെടുത്തതാണ് കല്ലിൽ. ഇനി കുറച്ചിവിടെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം. ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം ഞാൻ ആദ്യം ഇവിടെ കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പീനട്ട് ഇട്ട ശേഷം ഞാനിപ്പോൾ ഇത് വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വറുക്കാത്തതാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് നല്ലോണം വറുത്ത് കോരി എടുക്കുക. ഞാനിപ്പോൾ ഇത് വറുത്തതായത് കൊണ്ട് പെട്ടെന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന പോലെ സൗണ്ട് വരും, ആ സമയത്ത് പെട്ടെന്ന് എടുക്കുക. ഞാൻ എന്തെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ വറുത്ത് കോരി എടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ഇപ്പം ഞാൻ ഇതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ഒരു സെക്കൻഡ് അളവിൽ എണ്ണയിലിട്ടൊന്ന് വറുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് മാറ്റാം. കളർ ചേഞ്ച് ആകരുത്. കളർ ചേഞ്ച് ആകുമ്പോൾ അതൊരു കരിയ സ്മെൽ വരും നമുക്ക് അതിൽ മിക്സറിൽ. ഇപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം കാഷ്യൂ നട്ട് ഞാൻ എണ്ണയിലിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കാഷ്യൂ നട്ട് റെഡിയായി, അത് എടുത്ത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചത്, തൊലി കളയാണ്ട് എടുക്കണം വെളുത്തുള്ളി. ഒന്ന് കല്ലിൽ നമ്മൾ ഒന്ന് തട്ടിയെടുത്താൽ മതി. അതൊന്ന് എണ്ണയിലിട്ടെടുക്കുക. ഇത് എണ്ണയിലിട്ടടിക്കുമ്പോൾ നോക്കിയെടുക്കണം, തെറിക്കും മേലേക്ക് എണ്ണ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം നമുക്ക്. ഇനി അടുത്തത് ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി കറിവേപ്പിൻ്റെ ഇല എടുത്ത് മാറ്റാം അതിൽ നിന്ന്. ഇനി അവിലിട്ട് കൊടുക്കാം. അവിൽ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കുക. അത് നമ്മൾ എണ്ണയിലിടുമ്പോൾ ഒന്ന് വീർത്ത് വരും അവിൽ. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരും. എല്ലാ അവിലും ഇതേപോലെ നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്ത് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഉപ്പിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 3/4 ടീസ്പൂൺ അളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പെരുങ്കായപ്പൊടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്താൽ നല്ല ഒരു മണം കിട്ടും. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന മിക്സറാണ്. ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടേ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.